ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പൊതിച്ചോറ് കൊടുക്കുകയാണ്. അതിനെയാണ് കേട്ടോ ഈ പ്രിപ്പറേഷനൊക്കെ. ഞാനിന്നിപ്പോൾ കടലക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കറിയെല്ലാം ആക്കി അതിന് ശേഷം ഓരോ കറികളായിട്ട് കവറിൽ പാക്ക് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചപ്പാത്തി റെഡിമെയ്ഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം ഒരു 30 പൊതി കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്രയും ചപ്പാത്തി ഉണ്ടാക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ ചപ്പാത്തി. എന്നിട്ട് അതിനുള്ള കടലക്കറി ഉണ്ടാക്കി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയിലൂടെ. ആൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി പാക്കിംഗ് ഒക്കെ ഫസ്റ്റ് കഴിഞ്ഞ് 30 പൊതി നമ്മൾ ഏകദേശം പാക്ക് ചെയ്തു. കറിയൊക്കെ പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ അതിനാവശ്യമുള്ള റബ്ബർ ബാൻഡ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ വാഴല അത് നമുക്ക് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം, പ്ലാസ്റ്റിക് കവറിൽ കറി വയ്ക്കുന്നത്. കറി ചൂടാറിയതിന് ശേഷമാണ് ആക്കിയത്. പെട്ടെന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനുള്ള കവറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെ പുറത്താക്കിയാൽ മാത്രം പാക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ കൂടെ വന്ന് നമ്മളെ ശല്യം ചെയ്യും. അപ്പോൾ അവരെയൊക്കെ പുറത്താക്കിയതിന് ശേഷം നമ്മൾ പാക്കിങ് തുടങ്ങി. ആദ്യം ഞങ്ങൾ ചപ്പാത്തിയൊക്കെ എടുത്തു. എത്ര ചപ്പാത്തി ഉണ്ടെന്ന് എണ്ണി നോക്കി. നമ്മൾ പറഞ്ഞ എമൗണ്ട് ചപ്പാത്തി ഉണ്ടോയെന്നൊക്കെ എണ്ണി നോക്കി. അതിന് ശേഷം നമ്മൾ ഓരോ പേപ്പർ, പിന്നെ നമ്മൾ റൂമെല്ലാം ഹാളിൽ വെച്ചാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്, നമുക്ക് പൊതിയാനും പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുക്കും. ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഈ ഇല വെച്ചിട്ട് പിന്നെ അതിൽ ചപ്പാത്തി വയ്ക്കുന്നു. അതിന് ശേഷം ഈ ഇലയെല്ലാം മടക്കിയതിന് ശേഷം അതിനുള്ളിൽ കറി വെച്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ പാക്ക് ചെയ്യുക. എല്ലാ സമയത്തും നമ്മൾ ചപ്പാത്തി അങ്ങനെ തന്നെ ആയിരിക്കില്ല. എല്ലാ പ്രാവശ്യം കൊടുക്കുമ്പോഴും നമ്മൾ പലഹാരം കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ചോറാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ പലഹാരത്തിലോട്ട് മാറ്റിയത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ചപ്പാത്തിയെല്ലാം എണ്ണി നോക്കി. അതിന് ശേഷം പിന്നെ വാഴയില കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് വന്ന് ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അതിന് ശേഷം പിന്നെ ന്യൂസ് പേപ്പറെല്ലാം വിരിച്ച് പിന്നെ ഓരോരോ പൊതികളായിട്ട് സ്പീഡിൽ പൊതിയാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഒരു 5 മണി കഴിഞ്ഞതും അവരിവിടെ എത്താനാവും കേട്ടോ. അതിന് മുന്നേ നമ്മളെല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ, ഞാൻ പറഞ്ഞ മെത്തേഡിൽ. പിന്നെ എല്ലാം ഏകദേശം 30 പൊതികളും ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പാക്ക് ചെയ്ത പൊതികളെല്ലാം പിന്നെ അവർ വന്നൊരു വണ്ടിയിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. നമ്മൾ പാക്ക് ചെയ്തതും പിന്നെ അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതും പിന്നെ അതിന് ശേഷം പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരത് വിതരണം ചെയ്യുന്ന വീഡിയോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാം. ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിന്നൊരു സന്തോഷം വരും. നമ്മൾ കാരണം ഒരാളുടെ വിശപ്പ് മാറ്റാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടും കേട്ടോ. അത് പൊതിച്ചോറ് കൊടുക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റും. പല പ്രാവശ്യം നമ്മൾ ഇതുപോലെ വീഡിയോകൾ പൊതിച്ചോറ് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുമ്പോഴും ഓരോ ആളുകളെ സമീപിച്ച് ഒരു പൊതിച്ചോറ് തരുമോ എന്ന് ചോദിക്കുമ്പോഴും ചില ആളുകൾ നമുക്ക് നല്ല റെസ്പോണ്ടിൽ ചിലർ അറിഞ്ഞ് നമുക്ക് തരാറുണ്ട്. പല ആളുകളും ഇത് അറിഞ്ഞിട്ട് പോലും തരാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യുക, ഇതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് കണ്ടൻറ്റ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതുപോലെയാണോ എന്നുള്ള കമൻറ്റ് കൂടി ഇടണേ. എങ്ങനെയാണെന്നുള്ള കമൻറ്റ് കൂടി ഇടണം കേട്ടോ.